ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മുട്ടക്കറിയാണ്. മുട്ടക്കറി നമുക്ക് പല തരത്തിൽ വെക്കാം. അപ്പോൾ ഞാനിന്ന് തേങ്ങ അരച്ച് വെക്കുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. നല്ല കുറുകിയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ ആദ്യം അതിനായിട്ട് നമുക്ക് മുട്ട ഒന്ന് തിളപ്പിച്ചെടുക്കാം, ഒന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ തിളച്ച വെള്ളത്തിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കോളും. കുറച്ച് ഉപ്പും ചേർത്തിട്ട് മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കാം. അതപ്പോൾ അവിടെ ആവട്ടെ. അപ്പോൾ നമുക്ക് ആ സമയം മസാല ഉണ്ടാക്കാം. അപ്പോൾ പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഓയിലാണെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 മീഡിയം സൈസ് സവാളാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടുള്ളതാണ്. എപ്പോഴും നല്ല തിന്നായിട്ട് അരിയുന്നതാണ് നല്ലത്. ഈ കറിയൊക്കെ വെക്കുമ്പോൾ, മുട്ടക്കറി, ചിക്കൻ കറി, ബീഫ് കറി, ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ സവാള നല്ല തിന്നായിട്ട് അരിയുമ്പോൾ പെട്ടെന്ന് തന്നെ സവാള വഴന്ന് കിട്ടും. അപ്പോൾ ഇനി കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടയുന്നത് വരെ നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് അടച്ചു വെച്ചിട്ട് തന്നെ വേവിക്കാം. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. തക്കാളി ഒന്ന് ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ആവാനുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് ഒരു എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്ന വരെ നമുക്കൊന്ന് തക്കാളി വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി. ഒക്കെ ടീസ്പൂണാണ്, ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മസാല ഇത്ര ഇഷ്ടമില്ലെങ്കിൽ ഒന്നുകൂടെ കുറക്കാം കേട്ടോ. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ മസാലക്കൊന്ന് വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം. വെള്ളമൊന്ന് വറ്റി വെന്ത് ആ മസാലക്കൊന്ന് സെറ്റായി വറ്റി വരണം. വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ഓപ്ഷനിലാണ്, അവസാനം ചേർത്ത് കൊടുത്താലും മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് വെന്ത് ഒന്ന് വറ്റി വരുന്ന വരെ നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർക്കുമ്പോൾ ആദ്യം കുറച്ച് വര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ, മസാലക്ക് ഉള്ളിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാം, റോസ്റ്റ് പോലെ ഉപയോഗിക്കാം, ഇതിൽ തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഉപയോഗിക്കാം. പല തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ തന്നെ ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മസാല ഒന്ന് കുറച്ചാൽ മതി, എന്നല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി എല്ലാം ഒന്ന് സെറ്റാവട്ടെ. അതിലേക്ക് വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു 3/4 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് തേങ്ങ ചേർത്ത് കൊടുക്കണം, ഭയങ്കരമായിട്ട് കുറുകി പോവും. ഇനി ഒരു 10-12 കാഷ്യൂ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചാണ്. ഞാൻ അറിയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. കാഷ്യൂ ഒരു നിർബന്ധമല്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അടുത്ത് പെരുംജീരകം ചേർത്ത് കൊടുക്കാം. പെരുംജീരകം ഒരുപാട് ചേർക്കണ്ട, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇങ്ങനെ മുന്തി നിൽക്കും. പിന്നെ ഒരു കഷ്ണം പട്ട, ഒരു 3 ഏലക്ക, ഒരു 3-4 ഗ്രാമ്പു കൂടെ ചേർക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. നമ്മൾ ഓൾറെഡി ഗരം മസാല ചേർത്തിട്ടുണ്ട്. ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണെന്ന് മാത്രം. കാഷ്യൂ ഒക്കെ ഓപ്ഷനിലാണ് കേട്ടോ. ഇനി അത് നന്നായിട്ട് ഫൈനായിട്ട് ഇങ്ങനെ ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ മുട്ടക്കറി ഒക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്, മസാല ഒക്കെ മുട്ടയിൽ പിടിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ അരച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ആ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടെ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഈ കറി ഇങ്ങനെ കുറച്ചൊക്കെ കട്ടിയാണ്, ഇരിക്കും തോറും കട്ടിയോ. അപ്പോൾ അതാണ് ഒരുപാട് തേങ്ങ ചേർക്കണ്ടെന്ന് പറയുന്നത്, കാരണം നമ്മൾ കാഷ്യൂ ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ കുറുകി വരും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ കറിയൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്, വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, കാരണം ഇതിരിക്കും തോറും കുറുകി വരുന്നതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചാൽ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ കറിയുടെ ഒക്കെ തിളച്ച് റെഡി ആയിട്ട് അരപ്പൊക്കെ ഒന്ന് തിളച്ചിട്ട് അരപ്പിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഒക്കെ തിളച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇത് വേണമെങ്കിൽ ഒന്നുകൂടി റിച്ച് ആക്കാൻ കുറച്ച് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. നമ്മൾ എപ്പോഴും വെക്കുന്നതിൽ വ്യത്യാസമായിട്ട് തേങ്ങ അരച്ച് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പത്തിരി, പൊറോട്ട, ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് വ്യത്യാസമായിട്ടൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കാം. നല്ല കുറുകിയിട്ടുള്ളൊരു കറിയാണ്, റിച്ച് ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും തേങ്ങ വറുത്തരച്ചിട്ടൊക്കെ വെക്കുന്നുണ്ടാവും. ഇതിപ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.